നമസ്കാരം. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് കോൺഗ്രസിലെ മുഖ്യമന്ത്രി പ്രഖ്യാപനം നീളുന്നു. ഏത് സമയത്തേക്ക് ഔദ്യോഗിക പ്രഖ്യാപനം എന്നതിൽ അനിശ്ചിതത്വം. കോൺഗ്രസിലെ മുഖ്യമന്ത്രി പോരിൽ ശക്തി പ്രകടനങ്ങൾ ആവർത്തിക്കുന്നുണ്ടോ എന്ന് നിരീക്ഷിച്ച് ഹൈക്കമാൻഡ്. കെപിസിസി ആസ്ഥാനത്തടക്കം സ്ഥാപിച്ച ഫ്ലക്സ് ബോർഡുകൾ എടുത്തുമാറ്റി. പട്ടാമ്പി കൊപ്പത്ത് സ്കൂട്ടറിൽ പിക്കപ്പ് ലോറി ഇടിച്ച് സ്കൂട്ടർ യാത്രക്കാരിക്ക് ദാരുണാന്ത്യം. വിളയൂർ കണ്ടത്തൊടി കാസിമിന്റെ ഭാര്യ ഫാത്തിമ സുഹ്റയാണ് മരിച്ചത്. മകൻ നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു. നിയന്ത്രണം വിട്ട പിക്കപ്പ് ലോറി 6 വാഹനങ്ങളിലും ഇടിച്ചു തകർത്തു. പഴഞ്ഞിയിൽ അടയ്ക്ക വിപണന കേന്ദ്രം വീണ്ടും തുറക്കുന്നു. മാർക്കറ്റ് തുടങ്ങുന്നതോടെ പഴഞ്ഞിയുടെ അടയ്ക്ക പാരമ്പര്യം നിലനിൽക്കുമെന്ന ആശ്വാസത്തിലാണ് നാട്ടുകാർ. വാർത്തകൾ വിശദമായി. കൊപ്പത്ത് സ്കൂട്ടറിൽ പിക്കപ്പ് ലോറി ഇടിച്ച് സ്കൂട്ടർ യാത്രക്കാരിക്ക് ദാരുണാന്ത്യം. വിളയൂർ കണ്ടത്തൊടി കാസിമിന്റെ ഭാര്യ ഫാത്തിമ സുഹ്റയാണ് മരിച്ചത്. മകൻ നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു. നിയന്ത്രണം വിട്ട പിക്കപ്പ് ലോറി 6 വാഹനങ്ങളും ഇടിച്ചു തകർത്തു. പട്ടാമ്പി പുലാമന്തോൾ പാതയിലെ കരിങ്ങനാട് കുണ്ടിലെ കൊപ്പം പോലീസ് സ്റ്റേഷന് മുന്നിലാണ് കഴിഞ്ഞ ദിവസം വൈകുന്നേരം അപകടം സംഭവിച്ചത്. പുലാമന്തോൾ ഭാഗത്തു നിന്നും വരികയായിരുന്ന പിക്കപ്പ് വാൻ നിയന്ത്രണം വിട്ട് എതിരെ വന്ന സ്കൂട്ടറിൽ ഇടിക്കുകയായിരുന്നു. സ്കൂട്ടറിൽ യാത്ര ചെയ്തിരുന്ന വെളിയൂർ കുരാച്ചിപ്പടി കണ്ടത്തൊടി കാസിമിന്റെ ഭാര്യ ഫാത്തിമ സുഹറയാണ് അപകടത്തിൽ മരിച്ചത്. 43 വയസ്സാണ്. ഇവർക്കൊപ്പം സഞ്ചരിച്ചിരുന്ന മകൻ ഷമീൽ കാര്യമായ പരിക്കുകളില്ലാതെ രക്ഷപ്പെട്ടു. സ്കൂട്ടറിൽ ഇടിച്ച പിക്കപ്പ് വാൻ പോലീസ് സ്റ്റേഷന് മുന്നിൽ നിർത്തിയിട്ടിരുന്ന കാറും സ്കൂട്ടറും ഉൾപ്പെടെ 6 വാഹനങ്ങളെ ഇടിച്ചു തെറിപ്പിച്ചു. പല വാഹനങ്ങളും പൂർണ്ണമായും തകർന്നു. ഓടിക്കൂടിയ പോലീസും നാട്ടുകാരുമാണ് പരിക്ക് പറ്റിയ ഫാത്തിമ സുഹറയെ പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. രാത്രിയോടെ മരണം സംഭവിക്കുകയും ചെയ്തു. പിക്കപ്പ് വാൻ ഡ്രൈവർക്കെതിരെ പോലീസ് കേസെടുത്തു. ഡ്രൈവർ ഉറങ്ങിയതാണ് അപകടത്തിന് ഇടയാക്കിയെന്നാണ് പോലീസ് നൽകുന്ന വിവരം. സംസ്ഥാന കോൺഗ്രസിലെ മുഖ്യമന്ത്രി പോരിൽ ശക്തി പ്രകടനങ്ങൾ ആവർത്തിക്കുന്നുണ്ടോ എന്ന് നിരീക്ഷിച്ച് ഹൈക്കമാൻഡ്. ആർക്ക് വേണ്ടി പ്രകടനം നടത്തിയാലും അയോഗ്യതയായി വിലയിരുത്തുമെന്നും ഹൈക്കമാൻഡ് അറിയിച്ചു. കെപിസിസി നേതൃത്വത്തിനും രൂക്ഷ വിമർശനമുണ്ടായി. പ്രകടനങ്ങൾ നിയന്ത്രിക്കുന്നതിൽ നേതൃത്വം പരാജയപ്പെട്ടെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു. തൽസ്ഥിതി റിപ്പോർട്ട് നൽകാൻ ദീപക് ദാസ്കുൻഷിക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതേസമയം മുഖ്യമന്ത്രി പ്രഖ്യാപനം നീണ്ടെങ്കിലും ആത്മവിശ്വാസത്തിൽ തന്നെ തുടരുകയാണ് കെ.സി. പക്ഷം. കെ.സി. അല്ലാതെ മറിച്ചൊരു തീരുമാനം വരില്ലെന്ന് ഇപ്പോഴും പ്രതീക്ഷിക്കുന്നവരുണ്ട്. ചർച്ച തുടരുന്നതിൽ സന്തോഷിച്ച് വി.ഡി. പക്ഷവുമുണ്ട്. എംഎൽഎമാരുടെ എണ്ണത്തിനപ്പുറത്തേക്ക് വീണ്ടും നീങ്ങുന്നത് ഗുണകരമെന്നാണ് കണക്കുകൂട്ടൽ. പ്രതീക്ഷ വിടാതെ ആർ.സി. ഗ്രൂപ്പും മുന്നോട്ട് തന്നെയാണ്. അതേസമയം പരസ്യപ്പോര് നിർത്തണമെന്ന ആഹ്വാനത്തിൽ അണികൾക്ക് നിർദ്ദേശം നൽകി ഗ്രൂപ്പ് മാനേജർമാർ. ഇനിയും പ്രകടനവും ഫ്ലക്സും വന്നാൽ സാധ്യത കുറയ്ക്കുമെന്നും നിർദ്ദേശം നൽകി. പ്രതിപക്ഷ നേതാവാകുമോ എന്ന ചോദ്യത്തിന് കൃത്യമായി ഉത്തരം പറയാതെ പിണറായി വിജയൻ. ദില്ലിയിൽ മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് പിന്നെ കാണാം എന്ന് പറഞ്ഞ് മറുപടി നൽകാതെ പോയി. ആവർത്തിച്ചുള്ള ചോദ്യങ്ങൾക്കും പിണറായി മറുപടി പറഞ്ഞില്ല. അതേസമയം കേരളത്തിലെ പ്രതിപക്ഷ നേതൃസ്ഥാനം ആർക്ക് എന്നത് പോളിറ്റ് ബ്യൂറോ ചർച്ച ചെയ്യുമെന്ന് ജനറൽ സെക്രട്ടറി എം.എ. ബേബി പറഞ്ഞു. തമിഴ്നാട്ടിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കിയത് ഗവർണറുടെ നിലപാടാണ്. വിജയ്ക്ക് എല്ലാ ആശംസകളുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. തെരഞ്ഞെടുപ്പ് അവലോകനമാണ് PB യോഗത്തിന്റെ അജണ്ടയെന്നും ബേബി പറഞ്ഞു. കേരളത്തിൽ പ്രതിപക്ഷ നേതാവിനെ ഉടൻ തെരഞ്ഞെടുക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. കുന്നംകുളത്തെ ഇടത് വിജയത്തിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച് LDF നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റാലി സംഘടിപ്പിച്ചു. നഗരസഭ ഗാന്ധി ചത്തുരത്തിന് മുന്നിൽ നിന്നും ആരംഭിച്ച റാലി നഗരം ചുറ്റി സമാപിച്ചു. നിയുക്ത MLA സി മൊയ്തീൻ, CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം M ബാലാജി, LDF നിയോജക മണ്ഡലം കൺവീനർ MN സത്യൻ എന്നിവർ നേതൃത്വം നൽകി. ഏരിയ സെക്രട്ടറിമാരായ K കൊച്ചനിയൻ, KD ബാഹുലയൻ, EA ദിനമണി, സൌമ്യ അനിലൻ തുടങ്ങിയവരും റാലിയുടെ മുൻനിരയിലുണ്ടായിരുന്നു. വോട്ടർമാരെ നേരിൽ കണ്ട് നന്ദി പറയുന്നതിനുള്ള പര്യടന ജാഥ മെയ് 11, 12 തീയതികളിൽ നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. കുന്നംകുളം നിയോജക മണ്ഡലത്തിൽ തുടർച്ചയായി 5ാം തവണയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി വിജയിക്കുന്നത്. സി മൊയ്തീൻ തുടർച്ചയായി 3ാം തവണയാണ് മണ്ഡലത്തിൽ ജനപ്രതിനിധിയാകുന്നത്. 2006 മുതലാണ് വീണ്ടും ഇടത് തേരോട്ടം തുടങ്ങിയത്. 2001-ൽ 100 സീറ്റ് നേടി UDF സംസ്ഥാന ഭരണത്തിലെത്തിയപ്പോൾ കോൺഗ്രസിലെ TV ചന്ദ്രമോഹനായിരുന്നു കുന്നംകുളത്ത് നിന്ന് വിജയിച്ചത്. അതിനുശേഷം 2.5 പതിറ്റാണ്ടായി മണ്ഡലത്തിലെ ത്രിവർണ്ണ വിജയക്കൊടി പാറിക്കാൻ കോൺഗ്രസിനായിട്ടില്ല. ഇതിൽ 2011-ൽ UDF-നായി മത്സരിച്ച CP ജോൺ ശക്തമായ മത്സരം കാഴ്ചവെച്ച് കേവലം 481 വോട്ടിനാണ് പരാജയപ്പെട്ടത്. പഴഞ്ഞിയിൽ അടയ്ക്ക വിപണന കേന്ദ്രം വീണ്ടും തുറക്കുന്നു. മുൻപുണ്ടായിരുന്ന മാർക്കറ്റ് കഴിഞ്ഞ മാർച്ച് 31-ന് പൂട്ടിയിരുന്നു.
ഇതേ തുടർന്നാണ് വ്യാപാരികളുടെ നേതൃത്വത്തിൽ പുതിയ CVC അടയ്ക്ക വിപണന കേന്ദ്രം തുടങ്ങുന്നത്. പുതിയ അടയ്ക്ക വിപണന കേന്ദ്രം തിങ്കളാഴ്ച രാവിലെ 7-ന് കാട്ടകാമ്പാൽ പഞ്ചായത്ത് പ്രസിഡന്റ് K. ജയശങ്കർ ഉദ്ഘാടനം ചെയ്യും. പഞ്ചായത്ത് അംഗം ജിൻസി സജു അധ്യക്ഷത വഹിക്കും. പഴനിയുടെ അടയാളമായിരുന്ന പഴയ അടയ്ക്ക മാർക്കറ്റിന് 75 വർഷത്തോളം പഴക്കമുണ്ടായിരുന്നു. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന അടയ്ക്ക മാർക്കറ്റായിരുന്നു പഴനിയിലേത്. ഉടമ ചേറു പ്രായാധിക്യം മൂലം ലൈസൻസ് പുതുക്കാതിരുന്നതോടെയാണ് മാർച്ച് 31-ന് അടയ്ക്ക മാർക്കറ്റ് പൂട്ടിയത്. പഞ്ചായത്തും വ്യാപാരികളും ചേർന്ന് നടത്തിയ ചർച്ചകൾക്കൊടുവിലാണ് ആദ്യകാലത്ത് പ്രവർത്തിച്ചിരുന്ന സ്ഥലത്ത് തന്നെ നവീകരണം നടത്തി അടയ്ക്ക വിപണന കേന്ദ്രം തുടങ്ങാൻ പദ്ധതിയിട്ടത്. അടയ്ക്ക മാർക്കറ്റ് തുടങ്ങുന്നതോടെ പഴനിയുടെ അടയ്ക്ക പാരമ്പര്യം നിലനിൽക്കുമെന്ന ആശ്വാസത്തിലാണ് നാട്ടുകാർ. ആവേശത്തിന്റെ അലക്കടൽ ഉയർത്തി മണലൂരിന്റെ ജനനായകന് ഹൃദ്യമായ സ്വീകരണമൊരുക്കി ഇടതുമുന്നണി പ്രവർത്തകർ. ലീഡ് നില മാറിമറിഞ്ഞ് പോരാട്ടത്തിനൊടുവിൽ മണലൂർ നിയോജക മണ്ഡലത്തെ ഇടതുപക്ഷത്ത് ഉറപ്പിച്ച പ്രൊഫസർ C. രവീന്ദ്രനാഥിന് മണ്ഡലത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണം നൽകി. സമാനതകളില്ലാത്ത വെല്ലുവിളികളെയെല്ലാം പ്രതിരോധിച്ച മണ്ഡലത്തിൽ ഇടതുപക്ഷത്തിന്റെ വിജയഗാഥ തുടർന്ന പ്രൊഫസർ C. രവീന്ദ്രനാഥ് തനിക്ക് വിജയം സമ്മാനിച്ച വോട്ടർമാർക്ക് നന്ദി പറഞ്ഞും തുടർ വികസനം ഉറപ്പു നൽകിയും മണ്ഡലത്തിൽ പര്യടനം തുടരുന്നു. മണലൂർ നിയോജക മണ്ഡലത്തിലെ നിയുക്ത MLA പ്രൊഫസർ C. രവീന്ദ്രനാഥിന്റെ വോട്ടർമാരോട് നന്ദി പ്രകാശിപ്പിക്കുന്നതിനായുള്ള 2ാം ദിവസത്തെ പര്യടനം നടന്നു. മുല്ലശ്ശേരി പഞ്ചായത്തിലെ തിരുനെല്ലൂരിൽ നിന്ന് ആരംഭിച്ച പര്യടനം മുല്ലശ്ശേരി, എളവള്ളി, പാവർട്ടി, തൈക്കാട്, കണ്ടാണിശ്ശേരി, ചൂണ്ടൽ എന്നീ പഞ്ചായത്തുകളിൽ പര്യടനം നടത്തി. മുൻകൂട്ടി നിശ്ചയിച്ച കേന്ദ്രങ്ങളിൽ നന്ദി പറയുന്നതിനായി എത്തിച്ചേർന്ന നിയുക്ത MLAയെ ചെമ്പനീർ പൂക്കൾ നൽകിയും ചുവന്ന ഹാരമണിയിച്ചും മുദ്രാവാക്യങ്ങളുയർത്തിയുമാണ് തിങ്ങിക്കൂടിയ ജനങ്ങൾ വരവേറ്റത്. തുടർന്ന് ചുരുക്കം വാക്കുകളിൽ നന്ദി പറഞ്ഞുകൊണ്ടുള്ള മാഷുടെ പ്രസംഗം. തന്നിൽ അർപ്പിച്ച വിശ്വാസത്തിന് നന്ദി. നവമണലൂർ എന്ന ആശയത്തിലൂന്നി മണ്ഡലത്തിന്റെ സമഗ്ര വികസനം യാഥാർത്ഥ്യമാക്കുന്നതിന് താൻ ഒപ്പമുണ്ടാകുമെന്നും നിയുക്ത MLA പറഞ്ഞു. തുടർന്ന് അടുത്ത സ്വീകരണ കേന്ദ്രത്തിലേക്കുള്ള യാത്ര. 40 കേന്ദ്രങ്ങളിലായിരുന്നു ഞായറാഴ്ച പ്രൊഫസർ C. രവീന്ദ്രനാഥിന്റെ പര്യടനം. LDF മണലൂർ മണ്ഡലം കൺവീനർ TV. ഹരിദാസൻ, ചെയർമാൻ VR. മനോജ്, ട്രഷറർ ഉഷ പ്രഭുകുമാർ, CPIM മണലൂർ ഏരിയ സെക്രട്ടറി PA. രമേശൻ, VG. സുബ്രഹ്മണ്യൻ, VN. സുർജിത്ത്, MB. പ്രവീൺ, PG. സുബിദാസ്, AK. ഹുസൈൻ, KP. ആലി, ഗീത ഭരതൻ, ആഷിഖ് വലിയകത്ത്, PA. ഷൈൻ, BR. സന്തോഷ്, ബാബു ആന്റണി, MA. ഷാജി, CK. സദാനന്ദൻ, CJ. ബേബി, PB. അനൂപ് തുടങ്ങിയവർ വിവിധ കേന്ദ്രങ്ങളിൽ നിയുക്ത MLAയെ അനുഗമിച്ചു. പാഷാണം വർക്കിക്ക് സമാനമായിട്ടുള്ള സ്വഭാവമുള്ളവരെ പരാജയപ്പെടുത്തിയാണ് മണലൂരിൽ പ്രൊഫസർ C. രവീന്ദ്രനാഥ് വിജയിച്ചതെന്ന് CPIM ജില്ലാ സെക്രട്ടറി KV. അബ്ദുൽ ഖാദർ. മണലൂർ മണ്ഡലത്തിൽ വോട്ടർമാരോട് നന്ദി പറയുന്നതിനായി നിയുക്ത MLAയുടെ പര്യടനം നടക്കുന്നതിനിടയ്ക്ക് അവിചാരിതമായി എത്തിയതായിരുന്നു CPIM ജില്ലാ സെക്രട്ടറി. ചാവക്കാട്ടേക്കുള്ള യാത്രാമധ്യേയാണ് കണ്ടാണിശ്ശേരി സെന്ററിൽ പ്രൊഫസർ C. രവീന്ദ്രനാഥിന് സ്വീകരണം നൽകുന്നത് കണ്ട് അബ്ദുൽ ഖാദർ വാഹനത്തിൽ നിന്നിറങ്ങി ആൾക്കൂട്ടത്തിനിടയിലേക്ക് വന്നത്. CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം TV. ഹരിദാസൻ, ജില്ലാ കമ്മിറ്റി അംഗം ഉഷ പ്രഭുകുമാർ, മണലൂർ ഏരിയ സെക്രട്ടറി PA. രമേശൻ എന്നിവർ ജില്ലാ സെക്രട്ടറിയെ ഹസ്തദാനം നൽകി സ്വീകരിച്ചു. മാഷുടെ നന്ദി പ്രകടനത്തിന് ശേഷം അബ്ദുൽ ഖാദർ സ്വീകരണത്തിലെത്തിയവരെ അഭിസംബോധന ചെയ്തു. അതിശക്തമായ മത്സരത്തിലാണ് രവീന്ദ്രൻ മാഷ് വിജയത്തിലേക്ക് നടന്നു കയറിയത്. പണമൊഴുക്കിക്കൊണ്ടാണ് എതിരാളികൾ ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. നാടകകലാകാരനായ കാലടി ഗോപിയുടെ പ്രസിദ്ധ കഥാപാത്രമായ പാഷാണം വർക്കിയെ അനുസ്മരിപ്പിക്കുന്ന വിധത്തിലായിരുന്നു എതിർ സ്ഥാനാർത്ഥിയുടെ വോട്ടുപിടുത്തം. വോട്ടർമാരുടെ മതം നോക്കി അതിനനുസരിച്ചായിരുന്നു എതിരാളിയുടെ വോട്ടുപിടുത്തം. എന്നാൽ പണക്കൊഴുപ്പിനെയും പ്രീണന സമീപനങ്ങളെയും പരാജയപ്പെടുത്തിയാണ് മണലൂരിൽ ഇടതുമുന്നണി വിജയം നേടിയത്. ജയിച്ച് മന്ത്രിയാകുമെന്ന ഉറപ്പിൽ ക്യാമ്പ് ഓഫീസിന്റെ പ്രവർത്തനം ആരംഭിച്ചിരുന്നു. എന്നാൽ ജനങ്ങൾ അവസരവാദ നിലപാടുകളെ തിരസ്കരിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായതെന്നും അബ്ദുൽ ഖാദർ കൂട്ടിച്ചേർത്തു. പണം വിതറുക മാത്രമല്ല, എനിക്ക് ഓർമ്മ വരുന്നത് കാലടി ഗോപിയുടെ പ്രശസ്തമായ നാടകത്തിലെ ഒരു കഥാപാത്രമുണ്ട്. ആ കഥാപാത്രത്തിന്റെ പേര് പറഞ്ഞാൽ ഒരു പക്ഷെ നിങ്ങൾക്കറിയാം. പാഷാണം വർക്കി എന്നാണ് കഥാപാത്രത്തിന്റെ പേര്. ആ നാടകത്തിന്റെ തൊഴിൽ എന്ന് പറയുന്നത് യാചനയാണ്. അപ്പൊ പുള്ളി ബിസിനസ് വർദ്ധിപ്പിക്കാൻ വേണ്ടി ഓരോ മതത്തിൽപ്പെട്ട ആളുകളുടെ വീട്ടിൽ ചെന്നാലും ഇപ്പോൾ ഹിന്ദു വിഭാഗത്തിന്റെ വീട്ടിൽ ചെല്ലുമ്പോൾ പുള്ളി സുബ്രഹ്മണ്യ സ്വാമിയുടെ ചിത്രം, ക്രിസ്ത്യൻ വീടുകളിൽ ചെല്ലുമ്പോൾ നേരെ അത് തിരിച്ചിടും. അപ്പുറത്ത് പുണ്യാളന്റെ ചിത്രമാണ്. ഏതാണ്ട് അതേ രൂപത്തിലുള്ള ഒരാളായിരുന്നു ഒരു സ്ഥാനാർത്ഥികൾക്ക് നല്ലൊരു എന്ന കാര്യം കൂടി നമ്മുടെ മനസ്സിലുണ്ടാകണം. പ്രൊഫസർ C. രവീന്ദ്രനാഥിനെ അഭിനന്ദനം അറിയിച്ച് ഹസ്തദാനം നൽകിയ ശേഷം അബ്ദുൽ ഖാദർ മടങ്ങിയതോടെ നിയുക്ത MLA അടുത്ത സ്വീകരണ കേന്ദ്രത്തിലേക്ക് തിരിച്ചു.
കേരളത്തിൽ വരും ദിവസങ്ങളിൽ വേനൽ മഴ ശക്തമാകും. ഇന്ന് 7 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരുന്നു. തെക്കുപടിഞ്ഞാറൻ അറബിക്കടലിന് മുകളിലായി ചക്രവാത ചുഴി നിലനിൽക്കുന്നതിനാൽ അടുത്ത 5 ദിവസം കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴ ലഭിക്കുമെന്നാണ് കാലാവസ്ഥാ പ്രവചനം. നാളെ തെക്കുപടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെടുമെന്നും കാലാവസ്ഥാ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി. ഞമനങ്ങാട് തിയേറ്റർ വില്ലേജ് സംഘടിപ്പിക്കുന്ന അഭിനയ കളരി ഭാവരസ 4ാം ചാപ്റ്റർ മെയ് 14 നടക്കും. കുരമുച്ചി കലാ ഓഡിറ്റോറിയത്തിൽ ഉച്ചതിരിഞ്ഞ് 4 മണിക്ക് നടക്കുന്ന അഭിനയ പരിശീലന കളരിക്ക് പ്രശസ്ത കാസ്റ്റിംഗ് ഡയറക്ടർ രാജേഷ് നാരായണൻ നേതൃത്വം നൽകും. 2025 മുതൽ സംഘടിപ്പിച്ചുവരുന്ന ഭാവരസ സീരീസിലെ സിനിമാ സംബന്ധമായ ആദ്യ സംവാദമാണ് കോഫി വിത്ത് രാജേഷ് നാരായണൻ എന്ന പേരിൽ സംഘടിപ്പിക്കുന്നത്. വാഴ 2, തെക്കൻ തല്ലിക്കേസ്, നുണക്കുഴി തുടങ്ങിയ സിനിമകളുടെ കാസ്റ്റിംഗ് ഡയറക്ടറാണ് രാജേഷ് നാരായണൻ. എങ്ങനെ ഓഡിഷനെ ആത്മവിശ്വാസത്തോടെ സമീപിക്കാമെന്നത് സംബന്ധിച്ചുള്ള വിശദമായ പരിശീലനവും സംവാദവുമാണ് ഭാവരസ 4ാം ചാപ്റ്ററിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഗുരുവായൂർ ഇരിങ്ങപ്പുറം മണിഗ്രാമം മഹാവിഷ്ണു ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന മഹോത്സവവും ശ്രീമദ് ഭാഗവത സപ്താഹ ജ്ഞാനയജ്ഞവും തിങ്കളാഴ്ച ആരംഭിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വൈകിട്ട് 4:30 അരികന്നിയൂർ ദേവസ്വം ഓഫീസർ അഖിൽ നന്ദകുമാർ ഉദ്ഘാടനം ചെയ്യും. ആചാര്യവരണം, വിഗ്രഹഘോഷയാത്ര, മാഹാത്മ്യ പ്രഭാഷണം എന്നിവയും 108 പേർ പങ്കെടുക്കുന്ന സമ്പൂർണ്ണ നാരായണീയ പാരായണവും ഉണ്ടാകും. സപ്താഹയജ്ഞത്തിന് സ്വാമി കൃഷ്ണാനന്ദ സരസ്വതി ആചാര്യനാകും. 18 വൈകിട്ട് 5 മണിക്ക് പാതരാക്കുന്നത്ത് രുദ്രൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ സർപ്പബലിയുണ്ടാകും. 19 പ്രതിഷ്ഠാദിനം. വിശേഷാൽ പൂജകൾ, എഴുന്നള്ളിപ്പ്, സഹസ്രദീപാർച്ചന, കേളി, കലാപരിപാടികൾ, അന്നദാനം എന്നിവയും ഉണ്ടാകും. ക്ഷേത്രോപദേശക സമിതി ഭാരവാഹികളായ പ്രഭാകരൻ പ്രണവം, സദാനന്ദൻ താമരശ്ശേരി, സിദ്ധാർത്ഥൻ കാരയിൽ, രജനി മോഹനൻ, ശോഭന സുബ്രൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. നെല്ലിവായ് ശ്രീ ധന്വന്തരി ക്ഷേത്രത്തിലെ വൈശാഖ മാസാചരണത്തിന്റെ ഭാഗമായി നടക്കുന്ന ശ്രീമദ് ഭാഗവത സപ്താഹങ്ങളിൽ അവസാനത്തെ സപ്താഹം ആരംഭിച്ചു. ദേവസ്വം ഓഫീസർ ജി ശ്രീരാജ ഭദ്രദീപം തെളിയിച്ചു. പെരുകമന ജയകൃഷ്ണൻ നമ്പൂതിരിയാണ് യജ്ഞാചാര്യൻ. അടുത്ത ശനിയാഴ്ച ഭാഗവത സപ്താഹം സമാപിക്കും. പഴഞ്ഞി പബ്ലിക് ലൈബ്രറി നവതിയുടെ നിറവിൽ. പുല്ലാങ്കുഴൽ കലാകാരൻ നിഖിൽ ഐനൂർ നവതി ആഘോഷത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. വായനശാല പ്രസിഡന്റ് KT ഷാജൻ അധ്യക്ഷത വഹിച്ചു. M ഉദയശങ്കർ, ജോൺ ബി പുലിക്കോട്ടിൽ, വായനശാല സെക്രട്ടറി ഷാജി K ജോർജ്, KS സാന്ദ്ര മരിയ, PK ആനന്ദൻ, സുരേഷ് ചുള്ളിപ്പറമ്പിൽ, KR ആതിര, PK രവീന്ദ്രൻ എന്നിവർ സംസാരിച്ചു. 1937 പബ്ലിക് ലൈബ്രറിയുടെ പ്രവർത്തനം തുടങ്ങിയത്. KI മാത്തപ്പൻ പ്രസിഡന്റും PC ജോസഫ് സെക്രട്ടറിയും KI ജോസഫ് ലൈബ്രറിയനുമായിട്ടാണ് പ്രവർത്തനം ആരംഭിച്ചത്. സഹകരണ സംഘത്തിന്റെ കെട്ടിടത്തിൽ പ്രവർത്തനം തുടങ്ങിയ ലൈബ്രറിക്ക് 1963 ഗവൺമെന്റ് സ്കൂളിന് സമീപം സ്വന്തം സ്ഥലം വാങ്ങി. അടിയന്തരാവസ്ഥക്കാലത്ത് പ്രവർത്തനം നിലച്ച ലൈബ്രറി പിന്നീട് 1987 പുനരാരംഭിച്ചത്. സ്വന്തം കെട്ടിടത്തിൽ പ്രവർത്തനം തുടങ്ങിയ ലൈബ്രറിക്ക് 2003 കൊൽക്കത്ത രാജാറാം മോഹൻ റോയ് ഫൗണ്ടേഷന്റെ പുരസ്കാരം ലഭിച്ചു. 2010 ജില്ലയിലെ മികച്ച ലൈബ്രറിയായി തെരഞ്ഞെടുത്തു. ഇപ്പോൾ വായനശാലയ്ക്ക് കീഴിൽ വയോജനവേദി, വനിതാവേദി, യുവത, ബാലവേദി തുടങ്ങി ഒട്ടേറെ സംഘടനകൾ പ്രവർത്തിക്കുന്നുണ്ട്. നവതി ആഘോഷത്തിന് 1 വർഷം നീണ്ട പ്രവർത്തനങ്ങൾ നടത്തുമെന്ന് വായനശാല ഭാരവാഹികളായ KT ഷാജൻ, PS സുധൻ, ഷാജി ജോർജ്, ടോണി P സണ്ണി എന്നിവർ അറിയിച്ചു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി വെസ്റ്റ് മങ്ങാട് യൂണിറ്റ് 4ാം വാർഷിക പൊതുയോഗം നടത്തി. യൂണിറ്റ് ഓഫീസ് പരിസരത്ത് നടന്ന യോഗം സമിതി കുന്നംകുളം നിയോജക മണ്ഡലം ചെയർമാൻ MK പോൾസൺ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് KV വിനോദ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ നിയോജക മണ്ഡലം ജനറൽ കൺവീനർ സോണി സക്കറിയ മുഖ്യാതിഥിയായി. സമിതി യൂത്ത് വിംഗ് വൈസ് പ്രസിഡന്റും നിയോജക മണ്ഡലം ട്രഷററുമായ ജിനീഷ് തെക്കേക്കര, യൂണിറ്റ് സെക്രട്ടറി വിഷ്ണു ഭാരതിയൻ, ട്രഷറർ രാജഗോപാൽ എന്നിവർ സംസാരിച്ചു. തുടർന്ന് നടന്ന ചർച്ചയിൽ പുതിയ ഭാരവാഹികളായി KV വിനോദ് പ്രസിഡന്റ്, വിഷ്ണു ഭാരതിയൻ സെക്രട്ടറി, രാജഗോപാൽ ട്രഷറർ എന്നിവരെയും 13 അംഗ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയെയും തെരഞ്ഞെടുത്തു. യൂണിറ്റ് അംഗങ്ങളായ സിറീഷ്, സതീഷ് കുമാർ, CM ബഷീർ, ബൈജു, ഷീജ ശ്രീധരൻ എന്നിവർ നേതൃത്വം നൽകി. വാഗ സെന്റ് സെബാസ്റ്റ്യൻസ് ഇടവക ദേവാലയത്തിന് കീഴിലുള്ള സെന്റ് ആന്റണീസ് കപ്പേളയിലെ പ്രഥമ തിരുനാളിന് കൊടിയേറി. രാവിലെ ഇടവക ദേവാലയത്തിൽ നടന്ന ദിവ്യബലിക്ക് ശേഷം ഇടവകാംഗങ്ങൾ പ്രദക്ഷിണമായി കപ്പേളയിലെത്തി. വിശുദ്ധ അന്തോണീസിന്റെ രൂപം, കിരീടം, വള എന്നിവ സമർപ്പിച്ചു. തുടർന്ന് വികാരി ഫാദർ ജോബി പുത്തൂർ തിരുനാൾ കൊടിയേറ്റം നിർവഹിച്ചു. കപ്പേളയിൽ നൊവേന, ലതീഞ്ഞ് എന്നിവയുണ്ടായി. കപ്പേളയിലേക്കുള്ള വിശുദ്ധ അന്തോണീസിന്റെ രൂപം ചുങ്കത്ത് പോൾ ജേക്കബും, കിരീടം KP സണ്ണി, ചുങ്കത്ത് ഡൊമിനി എന്നിവരും വള KT ലാസറുമാണ് സംഭാവന ചെയ്തത്. കൊടിമരത്തിൽ ഉയർത്തിയ കൊടി ചെറുവത്തൂർ സൈമണാണ് സ്പോൺസർ ചെയ്തത്. കൊടിയേറ്റത്തിനു ശേഷം അപ്പം വിതരണമുണ്ടായി. മെയ് 12 ചൊവ്വാഴ്ചയാണ് കപ്പേളയിലെ തിരുനാൾ ആഘോഷിക്കുന്നത്. ചൊവ്വാഴ്ച വൈകിട്ട് 4:30 ദിവ്യബലി, നൊവേന, ലതീഞ്ഞ് എന്നീ തിരുകർമ്മങ്ങൾക്കു ശേഷം കപ്പേളയിൽ നിന്നും ഇടവക ദേവാലയത്തിലേക്ക് ഭക്തിനിർഭരമായ പ്രദക്ഷിണം നടക്കും.
ഇടവക ദിനം, മതബോധന ദിനം, പഴയ കുരിശുപള്ളിയുടെ 60-ാം വാർഷികം എന്നിവയും ചൊവ്വാഴ്ച നടക്കും. വികാരി ഫാദർ ജോബി പുത്തൂർ, കൈക്കാരന്മാരായ വിൻസെന്റ് ചെറുവത്തൂർ, ജോബ് കണനായ്ക്കൽ, തോമസ് കാക്കശ്ശേരി, ജനറൽ കൺവീനർ KT ലാസർ, തിരുനാൾ കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ നേതൃത്വം നൽകും. ചാവക്കാട് ലൈറ്റ് ഹൌസിന് സമീപത്ത് അപകട ഭീഷണിയായി തേനീച്ചക്കൂട്. ദിനംപ്രതി നിരവധി വിനോദസഞ്ചാരികൾ എത്തുന്ന പ്രദേശമായതിനാൽ വലിയ ആശങ്ക ഉണ്ടാവുകയാണ്. ലൈറ്റ് ഹൌസ് കെട്ടിടത്തിനോട് ചേർന്നുള്ള ഭാഗത്താണ് തേനീച്ചക്കൂട് രൂപപ്പെട്ടിട്ടുള്ളത്. ഇതിന് 4 അടിയിലേറെ നീളവും 2 അടി വീതിയുമുണ്ട്. ഏകദേശം 30 അടിക്ക് മുകളിലാണ് രൂപപ്പെട്ടിട്ടുള്ളത്. പ്രദേശത്ത് കുട്ടികൾക്കായി പാർക്കും പ്രവർത്തിക്കുന്നതിനാൽ കുട്ടികളടക്കം നിരവധി പേരാണ് ഇവിടെ എത്താറുള്ളത്. തേനീച്ചകൾ ആക്രമണ സ്വഭാവം കാണിച്ചാൽ വലിയ അപകട സാധ്യത ഉണ്ടാകുമെന്ന ആശങ്കയും നാട്ടുകാർക്കും സന്ദർശകർക്കുമുണ്ട്. ബന്ധപ്പെട്ട അധികൃതർ അടിയന്തരമായി ഇടപെട്ട് അപകട ഭീഷണി ഒഴിവാക്കണമെന്നാണ് ആവശ്യം. പട്ടാമ്പി നിയോജക മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥിയുടെ പരാജയ കാരണം അന്വേഷിക്കാൻ സമിതിയെ നിയോഗിക്കണമെന്ന് മുസ്ലിം ലീഗ് പട്ടാമ്പി നിയോജക മണ്ഡലം കമ്മിറ്റി. കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് നേതൃപരമായ ഇടപെടലുകൾ കുറഞ്ഞതും ചേരിതിരിവുകളും പരാജയത്തിന്റെ ആക്കം കൂട്ടിയെന്നും ലീഗ് മണ്ഡലം കമ്മിറ്റി അഭിപ്രായപ്പെട്ടു. കഴിഞ്ഞ ദിവസം ചേർന്ന മുസ്ലിം ലീഗ് പട്ടാമ്പി നിയോജകമണ്ഡലം കമ്മിറ്റി യോഗത്തിലാണ് പട്ടാമ്പിയിലെ UDF സ്ഥാനാർത്ഥി TP ഷാജിയുടെ പരാജയവുമായി ബന്ധപ്പെട്ടുള്ള വിലയിരുത്തലുണ്ടായത്. TP ഷാജിയുടെ പരാജയം അപ്രതീക്ഷിതമാണെന്ന് മുസ്ലിം ലീഗ് നിയോജകമണ്ഡലം കമ്മിറ്റി വ്യക്തമാക്കി. കേരളത്തിൽ UDF തരംഗം ആഞ്ഞുവീശിയ ഘട്ടത്തിലാണ് UDFന് ഏറെ സ്വാധീനമുള്ള പട്ടാമ്പിയിൽ പരാജയം സംഭവിച്ചത്. UDFന് അനുകൂലമായ ഭേദപ്പെട്ട ലീഡ് നില കൈവരിക്കാനായത് തിരുവേപ്പുറ പഞ്ചായത്തിൽ മാത്രമാണെന്നും യോഗം വിലയിരുത്തി. UDF ശക്തി തെളിയിച്ച പ്രദേശങ്ങളെല്ലാം മുസ്ലിം ലീഗ് സ്വാധീനമുള്ള മേഖലകളാണ്. സ്ഥാനാർത്ഥി പ്രതിനിധീകരിച്ച പട്ടാമ്പി നഗരസഭയിൽ അവിടുത്തെ ജനപ്രതിയായിട്ട് പോലും ശക്തി തെളിയിക്കാൻ കഴിയാതിരുന്നത് ആശ്ചര്യമുളവാക്കുന്നുവെന്നും ലീഗ് യോഗം അഭിപ്രായപ്പെട്ടു. UDFന് അനുകൂലമായ ഒരുപാട് ഘടകങ്ങൾ ജയമുറപ്പിക്കാനുണ്ടായിരുന്നു. എന്നിട്ടും പട്ടാമ്പിയിൽ ജയം ഉറപ്പിക്കാൻ കഴിയാതെ വന്നത് UDF നേതൃത്വം പരിശോധിക്കണമെന്നും മുസ്ലിം ലീഗ് നിയോജകമണ്ഡലം കമ്മിറ്റി ആവശ്യപ്പെട്ടു. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന്റെ തുടക്കം മുതലേ UDF സ്ഥാനാർത്ഥിക്കെതിരെ വ്യാപക പ്രചരണങ്ങൾ സമൂഹ മാധ്യമങ്ങളിലും അല്ലാതെയും നടന്നിരുന്നു. പണം നൽകിയാണ് സീറ്റ് തരപ്പെടുത്തിയ എന്ന രീതിയിലായിരുന്നു പ്രചരണം. അതിലെ തെറ്റിദ്ധാരണ മാറ്റാനായില്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ LDF സ്ഥാനാർത്ഥിയുടെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാനായിരുന്ന TP ഷാജി ഇടതുപക്ഷത്തോടൊപ്പം ചേർന്ന് V4 പട്ടാമ്പി എന്ന സംഘടനയുണ്ടാക്കി UDFനെ പരാജയപ്പെടുത്തിയതിലും ഭരണം നഷ്ടപ്പെടുത്തിയതിലും TP ഷാജിയുടെ പ്രവർത്തകർക്കുണ്ടായിരുന്ന അകൽച്ച മാറി വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പാണ് TP ഷാജി കോൺഗ്രസിന്റെ ഭാഗമായതും മുനിസിപ്പാലിറ്റിയിലേക്ക് മത്സരിച്ചതും ചെയർമാനായി തെരഞ്ഞെടുക്കപ്പെട്ടതും. ഉടൻ തന്നെ നിയമസഭയിലേക്ക് മത്സരിക്കാൻ അവസരം നൽകിയതും ശരിയായില്ലെന്ന അഭിപ്രായമാണ് UDF പ്രവർത്തകരിലുള്ളത്. പ്രവർത്തകരിലെ ഷാജി വിരുദ്ധത മാറ്റിയെടുക്കുവാൻ കുറഞ്ഞ സമയം കൊണ്ട് സാധിച്ചില്ല. UDF കേന്ദ്രങ്ങൾ വലിയ പിന്തുണ നൽകിയപ്പോൾ നിഷ്പക്ഷ വോട്ടുകൾ നഷ്ടമായി. സ്ഥാനാർത്ഥി നിർണയത്തിന്റെ അവസാന ഘട്ടത്തിൽ റിയാസ് മുക്കാലിയെ പരിഗണിക്കാതിരുന്നത് വലിയൊരു വിഭാഗം പ്രവർത്തകരിൽ നിരാശയുണ്ടാക്കി. കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നും നേതൃപരമായ ഇടപെടലുകൾ കുറഞ്ഞതും ചേരിതിരിവുകളും പരാജയത്തിന്റെ ആക്കം കൂട്ടിയെന്നും മുസ്ലിം ലീഗ് വിലയിരുത്തുന്നു. മുസ്ലിം ലീഗ് കേന്ദ്രങ്ങളിലും മുസ്ലിം ലീഗ് നേതാക്കളുടെ പ്രദേശങ്ങളിലും വോട്ടുചോർന്ന രീതിയിലുള്ള പ്രചരണം ദുരുദ്ദേശപരമാണെന്നും കമ്മിറ്റി വ്യക്തമാക്കി. പട്ടാമ്പിയിലെ പരാജയ കാരണം അന്വേഷിക്കാൻ സമിതിയെ നിയോഗിക്കുവാൻ ജില്ലാ UDF കമ്മിറ്റിയോട് ആവശ്യപ്പെടാനും നിയോജകമണ്ഡലം കമ്മിറ്റി തീരുമാനിച്ചു. കുന്നംകുളം പടിഞ്ഞാറെ അങ്ങാടി സെന്റ് ലാസറസ് പഴയ പള്ളിയുടെ സ്ഥാപിത പെരുന്നാൾ ആഘോഷിച്ചു. വിശുദ്ധ കുർബാനയെ തുടർന്ന് പള്ളിക്ക് ചുറ്റുമുള്ള പ്രദക്ഷിണം, നേർച്ച ഭക്ഷണം എന്നിവയും ഉണ്ടായിരുന്നു. ശുശ്രൂഷകൾക്ക് വികാരി ഫാദർ ഗീവർഗീസ് ജോൺസൺ കാർമ്മികത്വം വഹിച്ചു. കൈക്കാരൻ KC കുര്യാക്കോസ്, സെക്രട്ടറി ഷെറിൻ പോൾ, മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഗുരുവായൂർ മമ്മിയൂർ മഹാദേവ ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞം ആരംഭിച്ചു. മമ്മിയൂർ ദേവസ്വത്തിന്റെയും മമ്മിയൂർ മാതൃസമിതിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് യജ്ഞം നടക്കുന്നത്. ഗുരുവായൂർ മണിസ്വാമിയാണ് മുഖ്യ ആചാര്യൻ. മെയ് 16 ഉച്ചയ്ക്ക് 12 യജ്ഞസമർപ്പണം, മംഗളാരതി എന്നിവയോടെ സപ്താഹത്തിന് സമാപനമാകും. അമ്പലപ്പാട്ട് ഗോപാലമേനോൻ മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റും അഹല്യ കണ്ണാശുപത്രിയും സംയുക്തമായി എരുമപ്പെട്ടിയിൽ സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സിജി ജോൺ ഉദ്ഘാടനം ചെയ്തു. മാനേജിംഗ് ട്രസ്റ്റി ഡോക്ടർ KP ശ്രീദേവി അധ്യക്ഷയായി. പഞ്ചായത്ത് മെമ്പർമാരായ NK കബീർ, K ഗോവിന്ദൻകുട്ടി, BJP സംസ്ഥാന കമ്മിറ്റി അംഗം E ചന്ദ്രൻ, ഡോക്ടർ ബിനി, KP നന്ദകുമാർ, KP മുകേഷ് എന്നിവർ സംസാരിച്ചു. ക്യാമ്പിൽ നിരവധി പേർ പങ്കെടുത്തു. ഇന്ന് മാതൃദിനം. അമ്മ അത് ഒരു സ്നേഹമാണ്. ഒരു നിർവചനവും പകരം വെക്കാനില്ലാത്ത സ്നേഹം. കേവലം ഒരു ദിവസത്തെ സ്റ്റാറ്റസിലോ വാക്കുകളിലോ ഒതുങ്ങേണ്ടതല്ല അമ്മ ദിനം. മനസ്സിൽ മങ്ങാതെ കുറിച്ചിടേണ്ട വികാരമാണ് അമ്മ. അമ്മയോളം അമ്മ മാത്രം.
പകരം വെക്കലുകളില്ലാതെ മനസ്സറിഞ്ഞ് സ്നേഹിക്കാനും കൂടെ നിൽക്കാനും മക്കളുടെ ഓരോ ഉയർച്ചയിലും താഴ്ചയിലും പ്രതിസന്ധിയിലും ആത്മാർത്ഥമായി കൂടെ നിൽക്കാനും അമ്മയോളം മറ്റാർക്ക് കഴിയും? സ്വന്തം ഇഷ്ടങ്ങൾക്ക് മുമ്പിൽ കണ്ണടച്ച് മക്കളുടെ സ്വപ്നങ്ങൾക്ക് ചിറക് തുന്നിച്ചേർക്കാൻ പരാതികളില്ലാതെ കഷ്ടപ്പെടുന്ന എത്രയോ അമ്മമാർ നമുക്ക് മുന്നിലുണ്ട്. മക്കളുടെ ഭാവി കെട്ടിപ്പടുക്കാൻ കഷ്ടപ്പാടിന്റെ ബുദ്ധിമുട്ടുകൾ സ്വയം ഏറ്റെടുത്ത് ജീവിതത്തോട് പൊരുതുന്ന അമ്മമാർ. അങ്ങനെ പല മുഖങ്ങളുണ്ട് നമ്മുടെ അമ്മമാർക്ക്. എന്നാൽ കാലം മാറിയതനുസരിച്ച് അമ്മ എന്ന വികാരത്തിനും മങ്ങലേറ്റു. സ്വന്തം ജീവിത സൗകര്യങ്ങൾ നോക്കിപ്പോകുമ്പോൾ അമ്മ ഒരു ഭാരമായി മാറി. അതോടെ കൂൺമുളച്ചു പൊന്തുന്ന വേഗത്തിൽ ഉയരുന്ന വൃദ്ധസദനങ്ങളിൽ നെടുവീർപ്പോടെ പഴയകാല സ്മരണയിൽ ജീവിതം തള്ളി നീക്കുന്ന അമ്മമാരുടെ എണ്ണം കൂടി. സ്വത്തും പണവും നേടിക്കഴിഞ്ഞാൽ അമ്മ ശല്യമായി മാറുന്ന ചിലർ. ലഹരിയിൽ സ്വബോധം നഷ്ടപ്പെടുമ്പോൾ കത്തിമുനയ്ക്കുള്ളിൽ അമ്മയെ കൊന്നൊടുക്കാനും വലിച്ചെറിയാനും ചവിട്ടിയരയ്ക്കാനും മടിയില്ലാത്ത വേറെ ചിലർ. കാലത്തിന്റെ പോക്കിനെക്കുറിച്ച് ആശ്ചര്യം തോന്നുന്നതിൽ തെറ്റില്ല. എന്നിരുന്നാലും എന്നും മനസ്സിലും പ്രവൃത്തിയിലുമുണ്ടാകണം. കൺകണ്ട ദൈവമാണ്, ജന്മം തന്ന് ഊട്ടി വളർത്തിയ സ്നേഹമാണ് അമ്മ. മറക്കരുത്. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷേഴ്സ് യൂണിയൻ മുണ്ടത്തിക്കോട് യൂണിറ്റ് ലോക മാതൃദിനം ആചരിച്ചു. മുണ്ടത്തിക്കോട് വിളക്കത്തല കാളിക്കുട്ടിയമ്മ എന്ന അമ്മിണിയമ്മയെ വീട്ടിലെത്തി ആദരിച്ചു. യൂണിറ്റ് പ്രസിഡന്റ് KS കറിയയും ജില്ലാ കമ്മിറ്റി അംഗം MK മുഹമ്മദ് ഹാജിയും ചേർന്ന് പൊന്നാട അണിയിച്ചു. സെക്രട്ടറി VK പത്മനാഭൻ മധുരം നൽകി. ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് രാജു മാരാത്ത്, ബ്ലോക്ക് കമ്മിറ്റി അംഗം VS ഗോവിന്ദസ്വാമി, KA ജാനമ്മ, സുശീല ആര്യമ്പാടം എന്നിവർ പങ്കെടുത്തു. മാതൃദിനത്തിൽ ചാലിശ്ശേരിയിലെ ബേബി അമ്മയെ തൃത്താല നിയുക്ത MLA VT ബൽറാം ആദരിച്ചു. സ്നേഹനിറവിൽ 4 തലമുറകളുടെ ചിരിയും വാത്സല്യവും നിറഞ്ഞ ജീവിതം മനോഹരമാക്കുന്ന ചാലിശ്ശേരി അങ്ങാടി പുലിക്കോട്ടിൽ കൊച്ചുണ്ണി ഭാര്യ ബേബി അമ്മയെയാണ് ആദരിച്ചത്. 93 വയസ്സിലും മക്കളെയും കൊച്ചുമക്കളെയും അവരുടെ പുതുതലമുറയെയും ഹൃദയത്തോട് ചേർത്ത് കുടുംബസ്നേഹത്തിന്റെ തണലായി കഴിയുന്ന ബേബിയമ്മയെ കാണാൻ ഞായറാഴ്ച ഉച്ചയ്ക്ക് തൃത്താല നിയുക്ത MLA VT ബൽറാം വീട്ടിലെത്തി. പഴയകാല ഓർമ്മകൾ പങ്കുവച്ച അമ്മയെ MLA പൊന്നാട അണിയിച്ച് ആദരിച്ചു. ജോർജ്, വർഗീസ്, പീറ്റർ, ഷാമു, മക്കൾ, മരുമക്കൾ, പേരക്കുട്ടികളും അവരുടെ മക്കളെയും കാണാൻ കഴിഞ്ഞ ആത്മനിർവൃതിയിലാണ് അമ്മ. ഇപ്പോൾ മൂത്ത മകൻ ജോർജിനോടൊപ്പം തറവാട്ട് വീട്ടിലാണ് താമസം. കാലം എത്ര മാറിയാലും അമ്മമാരുടെ സ്നേഹത്തിന് പ്രായമില്ലെന്ന് ഓർമ്മിപ്പിക്കുന്നതായിരുന്നു MLAയുടെ ആദരവ് നിമിഷങ്ങൾ. ബന്ധങ്ങൾ പലപ്പോഴും അകലങ്ങളിലേക്ക് വഴുതിപ്പോകുന്ന ഇന്നത്തെ കാലത്ത് 4 തലമുറകളെ ഒരേ സ്നേഹച്ചുവരിനുള്ളിൽ ചേർത്ത് നിർത്തുന്ന അമ്മയുടെ ജീവിതം പുതുതലമുറയ്ക്ക് വലിയൊരു പാഠമാണെന്ന് MLA പറഞ്ഞു. ജീവിതത്തിൽ ഒരമ്മയെയും മറക്കാൻ കഴിയില്ല. മാതൃത്വത്തിന്റെ മഹത്വവും കുടുംബ ബന്ധങ്ങളുടെ ശക്തിയും ഓർമ്മിപ്പിക്കുന്ന ജീവിതമാണ് ബേബി അമ്മയുടേതെന്നും VT ബൽറാം കൂട്ടിച്ചേർത്തു. ഇന്ന് ലോക മാതൃദിനമായിട്ടുള്ള ദിവസമാണ്. അതുകൊണ്ട് തന്നെ വലിയ സന്തോഷമുണ്ട്. ചാലിശ്ശേരി അറക്കലിലെ ബേബി ചേച്ചി കാണാൻ പറ്റി. 4 തലമുറകളുടെ അമ്മയാണ്, മുത്തശ്ശിയാണ്. എല്ലാ കാര്യങ്ങളും തന്നെത്താൻ ചെയ്യുന്ന തരത്തിൽ ആരോഗ്യവതിയായിട്ട് ബേബി ചേച്ചി ഇങ്ങനെ നിൽക്കുന്നത് കാണുമ്പോൾ തന്നെ നമുക്കൊക്കെ സന്തോഷമാണ്. ഇനിയും അങ്ങനെ മുന്നോട്ട് പോട്ടെ. 4 കഴിഞ്ഞ് 5ാമത്തെ തലമുറയും കൂടി കാണാൻ പറ്റണം നമുക്ക്. അപ്പോൾ എല്ലാ അമ്മമാരും ഇതുപോലെ നമുക്കൊക്കെ പ്രിയപ്പെട്ടവരാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഏറ്റവും പ്രിയപ്പെട്ട ആളാരാന്ന് ചോദിച്ചാൽ നമ്മുടെ അമ്മയാണ്. അപ്പോൾ ഏതായാലും ഈ ലോക മാതൃദിനം എല്ലാവരെയും സംബന്ധിച്ച് നമ്മുടെ വേരുകളിലേക്ക് തിരിഞ്ഞു നോക്കാനുള്ളൊരു അവസരമാവട്ടെ. മാതൃദിനത്തോടനുബന്ധിച്ച് എല്ലാ അമ്മമാർക്കും അദ്ദേഹം ആശംസകൾ നേർന്നു. ചടങ്ങിൽ CV മണികണ്ഠൻ, സലിം ചാലിശ്ശേരി, ജിജു ജേക്കബ്, റോഷിത് തമ്പി, പ്രിൻസൺ ചേറു, റീസ പ്രകാശൻ, മോഹനൻ എന്നിവർ പങ്കെടുത്തു. ഹേയൽ ഗ്രാമീണ വായനശാലയിൽ ബാലവേദി അറിവരങ്ങ് സംഘടിപ്പിച്ചു. പഞ്ചായത്ത് മെമ്പർ ഗീതാ രാജൻ ഉദ്ഘാടനം ചെയ്തു. വായനശാല പ്രസിഡന്റ് രാജൻ എലവത്തൂർ അധ്യക്ഷത വഹിച്ചു. ബാലവേദി മെന്റർ സന്ധ്യ അറിവരങ്ങ് പരിപാടികൾ വിശദീകരിച്ചു. കാർഷിക നാട്ടറിവുകളെക്കുറിച്ച് കാർഷിക ഗ്രന്ഥകർത്താവ് പോൾ സാൺ ക്ലാസ് എടുത്തു. വായനശാല സെക്രട്ടറി സുബിൻ AS, EK രവീന്ദ്രബോസ്, BLO KV സുലോചന, ലൈബ്രറിയൻ സുഗത എന്നിവർ സംസാരിച്ചു. കുട്ടികളുടെ ഗാനാലാപനം, നൃത്തം, സുലോചനയുടെ മണ്ണറിവ് ഗാനാലാപനവും ഉണ്ടായി. കുനമുച്ചി സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് ഇടവകയിലെ കേരള ലേബർ മൂവ്മെന്റ് യൂണിറ്റ് ചുണ്ടൽ സെന്റ് ജോസഫ് ആശുപത്രിയുമായി സഹകരിച്ച് സൗജന്യ വൈദ്യ പരിശോധനയും രക്തപരിശോധനയും നടത്തി.
പള്ളി പാരിഷ് ഹാളിൽ രാവിലെ 10 മണി മുതൽ ഉച്ചയ്ക്ക് 12 മണി വരെ നടന്ന ക്യാമ്പിന്റെ ഉദ്ഘാടനം വികാരി ഫാദർ ജേസൺ മാറോക്കി നിർവഹിച്ചു. ചൂണ്ടൽ സെന്റ് ജോസഫ് ആശുപത്രി അഡ്മിനിസ്ട്രേറ്റർ സിസ്റ്റർ ചെറുപുഷ്പം, കേരള ലേബർ മൂവ്മെന്റ് കൂനമുച്ചി യൂണിറ്റ് പ്രസിഡന്റ് പി.വി. ഷാജൻ, സെക്രട്ടറി കെ. ജോഷി, ട്രഷറർ ലിയോ ലോന എന്നിവർ സംസാരിച്ചു. ഹീമോഗ്ലോബിൻ, കിഡ്നി ടെസ്റ്റ്, ലിവർ ഫംഗ്ഷൻ, തൈറോയ്ഡ് ടെസ്റ്റ് തുടങ്ങിയവയ്ക്കൊപ്പം ചൂണ്ടൽ സെന്റ് ജോസഫ് ആശുപത്രിയിൽ ആധുനിക രീതിയിൽ സജ്ജമാക്കിയ ലാബിൽ പരിചയസമ്പന്നരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ സൗജന്യ രക്തപരിശോധനയും രക്തസമ്മർദ്ദം, ശരീരഭാരം എന്നിവയുടെ പരിശോധനയും നടന്നു. മെഡിക്കൽ വിഭാഗം പരിശോധനകൾക്ക് ഡോക്ടർ വിനയ കെ ചന്ദ്രൻ, ഡോക്ടർ അഖിൽ കെ വിജയൻ എന്നിവരും, ത്വക്ക് വിഭാഗത്തിൽപ്പെട്ട പരിശോധനയ്ക്ക് ഡോക്ടർ പിങ്കി സലീം, ഡോക്ടർ വിജേഷ് വത്സലൻ എന്നിവരും നേതൃത്വം നൽകി. ജാതിമത ഭേദമന്യേ നടത്തിയ ക്യാമ്പിൽ നിരവധി പേർ പങ്കെടുത്തു. കാട്ടകാമ്പാൽ YMCA ആഭിമുഖ്യത്തിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പും മരുന്ന് വിതരണവും നടത്തി. YMCA ഹാളിൽ നടത്തിയ ക്യാമ്പിന്റെ ഉദ്ഘാടനം കാട്ടകാമ്പാൽ പഞ്ചായത്ത് പ്രസിഡന്റ് കെ. ജയശങ്കർ നിർവഹിച്ചു. YMCA പ്രസിഡന്റ് CC മോഹനൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. നാഷണൽ മുൻ പ്രസിഡന്റ് ബെഞ്ചമിൻ കോച്ചി വിശിഷ്ടാതിഥിയായി. IMA പ്രസിഡന്റ് ഡോക്ടർ താജ് പോൾ, വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചിറക്കൽ യൂണിറ്റ് പ്രസിഡന്റ് സോണി സക്കറിയ, YMCA തൃശൂർ സബ് റീജിയൻ ചെയർമാൻ ജോൺസൺ മാറോക്കി എന്നിവർ സംസാരിച്ചു. YMCA രക്ഷാധികാരി PJ ചാൾസ്, വൈസ് പ്രസിഡന്റ് KA ജോസഫ്, വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് സെക്രട്ടറി PA മോൺസൺ, പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് നടന്ന ക്യാമ്പിൽ വിവിധ വിഭാഗങ്ങളിലുള്ള ഡോക്ടർമാർ പരിശോധനകൾ നടത്തി. സൗജന്യ മരുന്ന് വിതരണവും ഉണ്ടായി. മേഖലയിലെ നിരവധി പേർ ക്യാമ്പിൽ പങ്കെടുത്തു. പ്രസിദ്ധമായ മുളയൻകാവ് ഭഗവതി ക്ഷേത്രത്തിലെ വലിയ കാളവേല നാളെ ആഘോഷിക്കും. ചൊവ്വാഴ്ചയാണ് പൂരം. തട്ടകങ്ങൾ ആഘോഷലഹരിയിലാണ്. പ്രസിദ്ധമായ മുളയങ്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ വലിയ കാളവേല തിങ്കളാഴ്ച ആഘോഷിക്കും. ചൊവ്വാഴ്ചയാണ് ക്ഷേത്രത്തിലെ വലിയ പൂരം കൊണ്ടാടുക. 2 കാളവേലയും 2 പൂരവും ആഘോഷിക്കുന്ന വള്ളുവനാട്ടിലെ അപൂർവ ക്ഷേത്രങ്ങളിലൊന്നാണ് മുളയങ്കാവ്. 10 തറ 4 ദേശങ്ങളുടെ നേതൃത്വത്തിലാണ് ആഘോഷം. പുറമത്ര ദേശത്തിനാണ് വലിയ കാളവേലയുടെ നടത്തിപ്പ്. മീനമാസത്തിലെ ചെറിയ കാളവേലയ്ക്കും ഇടപ്പൂരത്തിനും ശേഷമാണ് ക്ഷേത്രത്തിൽ 1 മാസം നീണ്ടു നിൽക്കുന്ന മേടമാസ ഉത്സവാഘോഷങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത്. വിഷുക്കണി കണ്ടുകൊണ്ടാണ് മേടമാസ ഉത്സവാഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചത്. 1 മാസം നീളുന്ന ആഘോഷ പരിപാടികൾക്ക് സമാപനം കുറിച്ചുകൊണ്ടാണ് വലിയ കാളവേലയും പൂരവും ആഘോഷിക്കുന്നത്. നാളെ രാവിലെ 8-ന് കാളവേല കൊട്ടിയറിക്കലോടെ ചടങ്ങുകൾ ആരംഭിക്കും. വൈകുന്നേരം 7-ന് ഡോക്ടർ അമ്മന്നൂർ ജനീഷ് ചാക്യാരുടെ ചാക്യാർകൂത്തും, തുടർന്ന് മട്ടന്നൂർ ചിറക്കൽ നിതീഷ് എന്നിവരുടെ ഇരട്ടത്തായമ്പകയും അരങ്ങേറും. തുടർന്ന് രാത്രി കേളി, കൊമ്പുപറ്റ്, കുഴൽപ്പറ്റ് എന്നിവയ്ക്ക് ശേഷം 11 മണിയോടെ കാളപ്രദക്ഷിണം ആരംഭിക്കും. അടിയന്തരക്കാർ, പാലാക്കുറിശി നായർ, വെളിച്ചപ്പാടുമാർ, ദേവസ്വം പ്രതിനിധികൾ, വിവിധ ദേശപ്രതിനിധികൾ എന്നിവയുടെ അകമ്പടിയോട് കൂടിയാണ് കാളപ്രദക്ഷിണം നടക്കുക. തുടർന്ന് കാളയിറക്കം പ്രദക്ഷിണം, കാളകയറ്റം, ദേശക്കാളകളുടെ കാളക്കളി, തോൽപ്പാവക്കൂത്ത് എന്നിവയും നടക്കും. 100-ൽ പരം ഇണക്കാളകളുടെ ചാരുതയിലാണ് മുളയങ്കാവിലെ വലിയ കാളവേല ആഘോഷിക്കുക. ചൊവ്വാഴ്ച വലിയ പൂരവും ആഘോഷിക്കും. രാവിലെ പൂരം കൊട്ടിയറിക്കൽ, ഉച്ചയ്ക്ക് ശേഷം സന്ധ്യാവേലയ്ക്ക് വിളക്ക് വയ്ക്കൽ, തായമ്പുക, കേളി, കുഴൽപ്പറ്റ്, കൊമ്പുപറ്റ്, പൂരം കൊട്ടിക്കേറൽ, താരം നിരത്തിയുള്ള തേരെഴുന്നള്ളിപ്പ്, പഞ്ചവാദ്യം, പരമ്പരാഗത വേലകളുടെ വരവ്, വെളിച്ചപ്പാടുമാരുടെ നൃത്തം, അരിയറ തുടങ്ങിയ ചടങ്ങുകളും ഉണ്ടായിരിക്കും. രാത്രിയും പകൽപൂരത്തിന്റെ തനിയാവർത്തനമാണ് നടക്കുക. വാഗ ചെട്ടിയടത്ത് മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ശ്രീമദ് നാരായണീയോത്സവം സംഘടിപ്പിച്ചു. ഞായറാഴ്ച രാവിലെ 7 മണിക്ക് ആരംഭിച്ച ശ്രീമദ് നാരായണീയോത്സവത്തിൽ ഗുരുവായൂർ ജ്ഞാനാനന്ദ സരസ്വതി വേദാന്ത വിജ്ഞാന കേന്ദ്രം ആധ്യാത്മിക പഠന കേന്ദ്രം ചെയർമാൻ സ്വാമി കൃഷ്ണാനന്ദ സരസ്വതി മുഖ്യ ആചാര്യനായി. വിവിധയിടങ്ങളിൽ നിന്നുള്ള നാരായണീയ സമിതികളുടെ നേതൃത്വത്തിൽ നിരവധി ഭക്തജനങ്ങൾ നാരായണീയോത്സവത്തിൽ പങ്കെടുത്തു. ഭക്തജനങ്ങൾക്കായി രാവിലെ പ്രഭാത ഭക്ഷണവും ഉച്ചയ്ക്ക് പ്രസാദഊട്ടും ഒരുക്കിയിരുന്നു. നാരായണീയത്തെ ആസ്പദമാക്കിയുള്ള പാരായണവും വിവരണവുമായി നടന്ന നാരായണീയോത്സവം വൈകിട്ട് 5 മണിക്ക് സമാപിച്ചു. ക്ഷേത്രം ഭാരവാഹികൾ, മാതൃസമിതി അംഗങ്ങൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഗുരുവായൂരിൽ വേദിക സാംസ്കാരിക സമിതിയുടെ ആഭിമുഖ്യത്തിൽ കവി കുഞ്ഞുണ്ണി മാഷിന്റെ 99-ാം ജയന്തി ദിനം ആഘോഷിച്ചു. നഗരസഭ ഫ്രീഡം ഹാളിൽ നടന്ന സമ്മേളനം കവി രാധാകൃഷ്ണൻ കാക്കശ്ശേരി ഉദ്ഘാടനം ചെയ്തു. വേദി സാംസ്കാരിക സമിതി പ്രസിഡന്റ് സജീവൻ നമ്പിയത്ത് അധ്യക്ഷത വഹിച്ചു. ഗുരുവായൂർ നഗരസഭ ചെയർപേഴ്സൺ സുനിത രവീന്ദ്രൻ മുഖ്യാതിഥിയായിരുന്നു. ഭാഗവതാചാര്യൻ വിജയൻ കയ്യിലയാടി, മുതിർന്ന എഴുത്തുകാരി ശ്രീദേവി അമ്പലപുരം എന്നിവരെ ആദരിച്ചു. തുടർന്ന് നടന്ന കവിയരങ്ങിൽ കെ ദിനേശ് രാജ, ശ്രീദേവി അമ്പലപുരം, മുരളി മംഗലത്ത്, സുരേന്ദ്രനാഥ് പടിക്കർ, ശ്രീലത കാഞ്ഞിരക്കോട് തുടങ്ങിയവർ കവിതകൾ അവതരിപ്പിച്ചു. എരുമപ്പെട്ടി തിരുഹൃദയ ഫൊറോന സീനിയർ CLCയുടെ നേതൃത്വത്തിൽ 2ാമത് അഖില കേരള ചെസ് ടൂർണമെന്റ് സംഘടിപ്പിച്ചു. നിർമ്മല സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന മത്സരം കുന്നംകുളത്തെ നിയുക്ത MLA AC മൊയ്തീൻ ഉദ്ഘാടനം ചെയ്തു. ഫൊറോന വികാരി ഫാദർ ജോഷി ആളൂർ അധ്യക്ഷനായി.
സഹവികാരി ഫാദർ സാന്റിയോ എലവത്തിങ്കൽ, വാർഡ് മെമ്പർ ഷാജി വർഗീസ്, സീനിയർ CLC പ്രസിഡന്റ് ബിൻസ് വർഗീസ്, ചെസ് കൺവീനർ ഫ്രിജോ ഫ്രാൻസിസ്, ഹേമ ട്രീസ എന്നിവർ സംസാരിച്ചു. ഡെൽഫി ആലപ്പാട്ട്, സെബീൻ മരിയ, AR രഞ്ജിത, ഫ്രിൻഡോ ഫ്രാൻസിസ് തുടങ്ങിയവർ നേതൃത്വം നൽകി. വിപണി. വൈവിധ്യമാർന്ന ചിക്കൻ വിഭവങ്ങളുമായി ഗുരുവായൂരിൽ KM ഗ്രിൽ ആൻഡ് കബാബ് പ്രവർത്തനം ആരംഭിച്ചു. ഗുരുവായൂർ ഔട്ടർ റിംഗ് റോഡിൽ ഷീ സ്റ്റേ ഹോമിന് എതിർവശത്തായാണ് KM ഗ്രിൽ ആൻഡ് കബാബ് പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത്. സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം ഫ്രാൻസിസ് ചെറിയാൻ നിർവഹിച്ചു. ഗുരുവായൂർ മുനിസിപ്പൽ കൗൺസിലർ ജോയ് ചെറിയാൻ ആദ്യ വിൽപ്പന നടത്തി. KM ഗ്രൂപ്പ് ഓഫ് കമ്പനി ചെയർമാൻ ജോസഫ്, ഫൈസൽ അവൽപ്രോ എന്നിവർ സംബന്ധിച്ചു. ഗ്രിൽ ചിക്കൻ, കബാബ്, ചൈനീസ്, അറബിക് വിഭവങ്ങളുടെ രുചിയേറും വ്യത്യസ്ത വിഭവങ്ങളാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. ചിക്കൻ വിഭവങ്ങളുടെ പുതുമയാർന്ന രുചിക്കൂട്ടുകൾ KM ഗ്രിൽ ആൻഡ് കബാബിലൂടെ ആസ്വദിക്കാം. വ്യത്യസ്തമായ രുചിയിൽ മികച്ച ഗുണമേന്മയുള്ള നാവിൽ വെള്ളമൂറുന്ന രുചിക്കൂട്ടുമായാണ് വ്യത്യസ്ത വിഭവങ്ങൾ ഉപഭോക്താക്കളിലേക്ക് എത്തുന്നത്. ഭക്ഷണപ്രേമികൾക്ക് പുതിയ രുചി അനുഭവം ഒരുക്കിയാണ് KM ഗ്രിൽ ആൻഡ് കബാബ് ചിക്കൻ വിഭവങ്ങളുടെ പുതുരുചികൾ ഒരുക്കുന്നത്. KM ഗ്രിൽ ആൻഡ് കബാബ്, ഔട്ടർ റിംഗ് റോഡ്, ഗുരുവായൂർ. ഗാന്ധിയൻ ഗുരുവായൂർ നാരങ്ങത്ത് പറമ്പിൽ വലിയപുരയ്ക്കൽ കൃഷ്ണൻ അന്തരിച്ചു. 102 വയസ്സായിരുന്നു. സംസ്കാരം തിങ്കളാഴ്ച രാവിലെ 10 മണിക്ക് പാമ്പാടി ഐവർ മഠത്തിൽ നടത്തും. അമ്മുക്കുട്ടിയാണ് ഭാര്യ. മുരളീധരൻ, റിട്ടയർഡ് ജോയിന്റ് രജിസ്ട്രാർ ജയരാജൻ, അജിതകുമാരി, ലളിത എന്നിവർ മക്കളാണ്. പാറന്നൂർ അന്തിക്കാട്ട് പരേതനായ ലോനപ്പൻ ഭാര്യ ത്രേസ്യ നിര്യാതയായി. 89 വയസ്സായിരുന്നു. സംസ്കാരം തിങ്കളാഴ്ച രാവിലെ 9:30 പാറന്നൂർ സെന്റ് ജോസഫ് പള്ളി സെമിത്തേരിയിൽ നടത്തും. പോൾ, ലില്ലി, ലിംസി, ഷാജു, ജോസ് എന്നിവർ മക്കളാണ്. വീണ്ടും പ്രധാന വാർത്തകളിലേക്ക്. സംസ്ഥാനത്ത് കോൺഗ്രസിലെ മുഖ്യമന്ത്രി പ്രഖ്യാപനം നീളുന്നു. ഏത് സമയത്തേക്ക് ഔദ്യോഗിക പ്രഖ്യാപനം എന്നതിൽ അനിശ്ചിതത്വം. കോൺഗ്രസിലെ മുഖ്യമന്ത്രി പോരിൽ ശക്തി പ്രകടനങ്ങൾ ആവർത്തിക്കുന്നുണ്ടോ എന്ന് നിരീക്ഷിച്ച് ഹൈക്കമാൻഡ്. KPCC ആസ്ഥാനത്തടക്കം സ്ഥാപിച്ച ഫ്ലക്സ് ബോർഡുകൾ എടുത്തുമാറ്റി. പട്ടാമ്പി കൊപ്പത്ത് സ്കൂട്ടറിൽ പിക്കപ്പ് ലോറിയിടിച്ച സ്കൂട്ടർ യാത്രക്കാരിക്ക് ദാരുണാന്ത്യം. വിളയൂർ കണ്ടത്തൊടി കാസിമിന്റെ ഭാര്യ ഫാത്തിമ സുഹ്റയാണ് മരിച്ചത്. മകൻ നിസ്സാര പരിക്കുകളോട് രക്ഷപ്പെട്ടു. നിയന്ത്രണം വിട്ട പിക്കപ്പ് ലോറി 6 വാഹനങ്ങളും ഇടിച്ചു തകർത്തു. പഴഞ്ഞിയിൽ അടയ്ക്ക വിപണന കേന്ദ്രം വീണ്ടും തുറക്കുന്നു. മാർക്കറ്റ് തുടങ്ങുന്നതോടെ പഴഞ്ഞിയുടെ അടയ്ക്ക പാരമ്പര്യം നിലനിൽക്കുമെന്ന ആശ്വാസത്തിൽ നാട്ടുകാർ.
ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.